ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരിക്കൽ കൂടെ നമ്മുടെ കൊച്ചി വെള്ളമുടി ട്രിപ്പ് എത്തിയിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പിന് ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന അതേ നിമിഷമാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള അതേ കൊച്ചി ട്രിപ്പിലേക്ക് ഞാനും നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലുള്ള നമ്മുടെ ഡ്രാഗൺ ജിയും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ എല്ലാ കൊച്ചി ട്രിപ്പിലെയും പോലെ തന്നെ സമയം 6 മണി ആയിരിക്കുകയാണ്, അല്ലേ മിസ്റ്റർ ഡ്രാഗൺ? അതെ, 6 മണിയും ഞങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. 6 മണിയും കൊച്ചി ട്രിപ്പുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നമ്മുടെ കൊച്ചിയിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്യാമറയ്ക്ക് പിന്നിലുള്ള മനുഷ്യർ ഇതാ കാണണ്ടേ? തന്റെ പിന്നിലോട്ട് നോക്കുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ മിസ്റ്റർ ഡ്രാഗൺ. It's time to move on to Cochin. നമ്മുടെ സ്വന്തം തറവാട് എന്നറിയപ്പെടുന്ന മദ്യപാനിയുടെയും ഡ്രങ്കൻജിയുടെയും മദ്യപാന ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക് നമ്മുടെ മദ്യവാഹനം യാത്ര തിരിക്കുകയാണ്. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ഗായ്സ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇരുട്ട് വീണല്ലോ, ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അല്ല, നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോ വെയിലായിരുന്നു, ഓർമ്മയില്ലേ? എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പോകുന്ന പോലെ ഉണ്ടല്ലോ. അതെ, ഒരുപാട് നാളായി ആക്ച്വലി. നമ്മള് കൊച്ചി ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗോവ ട്രിപ്പ് പോയത്. ഗോവ ട്രിപ്പ് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ പിന്നെ ഒരുപാട് നാളുകളായി തോന്നിയതിൽ അത്ഭുതമില്ല, കാരണം ഒരുപാട് നാളുകളായിട്ട് തന്നെ ഇരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മിസ്റ്റർ ഡ്രങ്കരാജ്? നമ്മൾ പോവില്ലേ, യാത്ര തിരിക്കുകയല്ലേ കുറെ നാൾക്ക് ശേഷം. അതെ, അതില് സന്തോഷമുണ്ടല്ലേ? അതും കൊച്ചിയിലോട്ട് തന്നെ ആയതില്. അതിനേക്കാൾ എല്ലാം വലിയ സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലൊരു ദിവസത്തിൽ ഇതേപോലൊരു സമയത്തിലാണ് നമ്മൾ കൊച്ചി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട്, അല്ലേ? അതും ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്ത. ഇങ്ങനെ വീണ്ടും നമ്മുടെ ഒരു തറവാട് എത്തിയിരിക്കുകയാണ്. തറവാടല്ല, നമ്മളിപ്പോ പറയുന്നത് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ബാർ ഈസ് മൈ തറവാട്, ഓൾ ബാർസ് ആൻഡ് ബിവറേജസ് ആർ മൈ തറവാട് ബ്രാഞ്ചസ്, അല്ലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്റെയും നമ്മുടെ ഡ്രങ്കൻജിയുടെയും പ്ലഡ്ജ് എന്ന് പറയുന്നത് അതാണ്, അല്ലോ മിസ്റ്റർ ഡ്രങ്കൻജി? തീർച്ചയായിട്ടും. ഓക്കെ ഗായ്സ്, നമ്മളെ കൊച്ചി അടുക്കുവാണ്. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി. കാരണം നമ്മളിപ്പോ ഈ സമയവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി മോട്ടോർ ബൈക്കിൽ നമ്മളെ എല്ലാം ചുഴിഞ്ഞു നോക്കും, അതിനകത്ത് നിയമലംഘനങ്ങൾ വല്ലതും ഉണ്ടോന്നൊക്കെ. അതായത് മറ്റു സ്പീഡിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നും പറഞ്ഞില്ല. നമ്മുടെ താരതമ്യേന നമ്മൾ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ എത്തി, മറ്റൊന്നും കൊണ്ടല്ല. അത് സ്പീഡ് കൂടിയതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും വളരെ കിട്ടിയില്ല, അല്ല മിസ്റ്റർ ഡ്രാഗൻജി? തിരക്ക് എന്തുകൊണ്ടാണ്? കാരണം അതാണ്. അതൊന്നും ആയിക്കോട്ടെ, കാരണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സിഗ്നലുകളിലും ഇന്ന് ഗ്രീൻ സിഗ്നലാണ്. ഒരു സിഗ്നലുകളിൽ പോലും നമുക്കിന്ന് റെഡ് കിട്ടിയില്ല, എല്ലാം തന്നെ ഗ്രീൻ ആയിരുന്നു. ഇന്ന് എന്തോ നമ്മുടെ ദിവസമാണെന്ന് തോന്നുന്നു ഗായ്സ്. അതോ ഇനി ഡ്രങ്കൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇനി എന്തോ വലിയത് വരാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണോ എന്നോ നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും എന്തിനെ നേരിടാനായിട്ട് മദ്യപാനിയും ഡ്രങ്കനും എപ്പോഴും തയ്യാറാണ്, അല്ലെ മിസ്റ്റർ ഡ്രാഗൻജി? അതെ, കൊച്ചി നമ്മുടെ ടെറിട്ടറിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു ഗായ്സ്. എത്തിക്കഴിഞ്ഞല്ല, എത്തിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്.
കൊച്ചിയുടെ തൊട്ട് അനുജനായ കുണ്ടന്നൂരിൽ എത്തിയിരിക്കുകയാണ്. അതെ, വൈറ്റിലേക്ക് മുമ്പുള്ള പുതിയ ഫ്ലൈ ഓവർ ആണ് കുണ്ടന്നൂർ ഫ്ലൈ ഓവർ. ഇവിടെ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടിച്ച് മിന്നിച്ചിങ്ങ് വരും. നല്ല റോഡല്ലേ, അവിടെ താഴ്ച പോലെ ഒരു അഗാധമായ താഴ്ചയാണ് അതിന്റെ ഇറക്കം. ഈ വലിയ വണ്ടികൾ വന്ന് ഇറങ്ങി 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 അത് ഇരുന്ന് പോയി ശരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പേടിയാണ്, എപ്പോഴും ജഞ്ചിടിച്ചു പോകും. ദൈവമേ അടിയെങ്ങാനും ഇടിക്കുമോ എന്നുള്ള പേടിയാണ് എപ്പോഴും. അപ്പൊ എന്തായാലും അത് സംഭവിച്ചില്ല, അതിൽ സന്തോഷം. നമ്മളിതാ കൊച്ചിയിലോട്ട് വളരെയധികം ആകാംക്ഷയോടെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് മിസ്റ്റർ ഡ്രാഗൻ, കൊച്ചിയുടെ മണമടിക്കുന്നുണ്ടാ? പിന്നെ കൊച്ചി എത്തി. അതെ, വണ്ടിക്കകത്തിരുന്നെങ്കിൽ പോലും കൊച്ചി എത്തി എന്നുള്ള സിഗ്നൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ആൽക്കഹോളിക് വെതർ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ മിസ്റ്റർ ഡ്രാഗരാജ്? യെസ്. വളരെയധികം നേരത്തെ. ഇന്ന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി, എന്താ സംഭവിക്കുന്നതെന്ന്. എന്താണ് ഹോട്ടൽ യമരാജ അനുഗ്രഹ. ഓക്കെ ഗായ്സ്, അപ്പോ ഇനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിലേക്കാണ് നമ്മൾ പോണത് ആക്ച്വലി. ഇപ്പൊ നമ്മൾ പ്രോപ്പർ MG റോഡിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും ഇവിടുന്നാണ് നമ്മൾ എല്ലാത്തിലോട്ടുള്ള നമ്മുടെ പോക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയൊരു റൂമാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ തവണയും പുതിയ റൂം ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ പഴയ റൂംസ് തന്നെ പ്രിഫർ ചെയ്യാറുണ്ട്, മറ്റൊന്നും കിട്ടാത്ത സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പുതിയൊരു സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മോളിക്കൂടെ മെട്രോ പോണ കണ്ടാ ഗായ്സ്, ഇത് നമുക്ക് വലിയ കാര്യം. ഇത് നമ്മുടെ പഴയ നമ്മുടെ സ്ഥിരം റൂമാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് എവിടെ പോണെങ്കിലും അവിടെ ഒരു ബാർ ഉണ്ടാവും കേട്ടോ. ഗായ്സ്, ഇത് മദ്യപാനിയുടെ പഴയ ഒരു ഫേവറേറ്റ് ബാർ ആയിരുന്നു പണ്ട് കാലങ്ങളില്. ഇവിടൊക്കെ വന്ന് അടിച്ച് പൂസായിട്ടൊക്കെ പോയിട്ടുണ്ട് മദ്യപാനി. മലബാർ എന്നാണെങ്കിൽ മറ്റുമാണെന്ന് തോന്നുന്നു. അതെ, മല കോളക്കുളത്ത് ഏജൻസി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താൻ റോഡ് നോക്കി വെച്ചാൽ നമുക്ക് വരേണ്ടതാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആക്ച്വലി. ഇതൊരു കാരണം മെയിൻ റോഡും ഹൈവേ പോട്ടെ, ഒരു തരത്തിലുള്ള റോഡുകളല്ല, വെറും ഒരു റെസിഡൻഷ്യൽ റോഡ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവിടുന്നല്ലല്ലോ ലെഫ്റ്റ്, ഇവിടുന്ന് ലെഫ്റ്റ് അല്ലല്ലോ കാണിച്ചേക്കുന്നത്. സാറി ഇനി അപ്പുറത്തൂടെ കറങ്ങി വരേണ്ടി. ഇതാണ് ഈ GPS-ന്റെ കുഴപ്പം. ആവശ്യമുള്ളിടത്തും ഇല്ലാടത്തും ഒക്കെ കയറി അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും പറയും. പറഞ്ഞു പോണു വണ്ടി അതുപോലെ പോകുന്നു കണ്ട. അവിടുന്ന് റൈറ്റ് ആണ്. കൊറേ ഉള്ളിലോട്ട് കയറണമല്ലോ ഇവിടെ. ഇത് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കറങ്ങി വന്നോണ്ട് ഇവിടുന്ന് നേരെ ഇറങ്ങി നോക്കിക്കോട്ടെ, എന്താണ് ദാസോ
ദാസ് റെസിഡൻസി ഞങ്ങൾ കണ്ടു. അതൊക്കെ ഓട്ടം കണ്ടാ കാണിച്ചു. റൂംസ് അതാണ്. ദാസ് റെസിഡൻസി. You have arrived. അത് തന്നെ ദാസ്. എവിടെ ഈ റൂംസ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ കാണുന്നില്ലല്ലോ. ഇല്ല, കൂടെ വണ്ടി കേറുക കേറത്തില്ലല്ലോ. എന്നാ നീ ഒതുക്കെ കയറ്റിയിട്ട് ജാമായി പോയി. എനിക്ക് പേടി ഇനി വൈദ്യുതി ഈ സമയമില്ലാത്ത സമയത്ത് കിടന്ന് റിസ്ക്കാണ്. നീ ഒന്ന് ഇറങ്ങി വഴി ഇറക്കി ബാക്ക് ഇറക്കി അവിടെ അങ്ങനെ പോയി തിരക്കിട്ട്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ ചെറിയൊരു കുഴപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഇതാ ഈ പാസേജ് ഉണ്ടോ, അവരുടെ ഹോട്ടലിലേക്കുള്ള പാസേജ് ആണ്. ഇത് ഇത്തിരി വളരെ കൺജസ്റ്റ് ആണ്. ഞങ്ങൾ 2-3 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലോ വണ്ടി കയറ്റാനായിട്ട്. പക്ഷേ ഒരു തരത്തിലും പറ്റുന്നില്ല. കാരണം ഇത്തിരി നമ്മുടെ വണ്ടി നമുക്ക് കോൺഫിഡൻസ് ഇല്ല ആക്ച്വലി. അതുകൊണ്ട് കേട്ടോ അവരിപ്പോൾ ഞാൻ 2 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു എൻട്രിയോ പോസിബിൾ ആണോ, ഇത്തിരി തീരെ ചെറുതാണെന്നൊക്കെ തോന്നിയാലോ. അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം നോക്കി, പക്ഷേ എന്നിട്ടാലും നമുക്ക് പറ്റുന്നില്ല. അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല. ഇവിടം വരെ വന്നിട്ട് ഇയാൾ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റ് കിട്ടുന്ന പണി ഇതായിരിക്കും എന്നൊരു തോന്നൽ. കാരണം ഞങ്ങൾ റിസ്ക് എടുത്തില്ല. കാരണം നമുക്ക് 1-2 പ്രാവശ്യം ഇനിയും പുറത്തോട്ട് പോകണ്ട. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് മൂവ് ചെയ്യുവാണ് ഗൈസ്. സ്റ്റേ വിത്ത് മീ. ഇവിടൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് ആക്ച്വലി ഇവിടെ. പക്ഷെ നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലേടോ. അതെ, ഇവിടെ വരുമ്പോ സീനാവും. അതല്ലടോ വണ്ടി സ്റ്റഡി ആയിട്ട് നേരെ തന്നെ വരുവാണെങ്കിൽ കുഴപ്പമില്ലാണ്ടോ. പക്ഷെ ആ വളവ് തിരിഞ്ഞിങ്ങനെ കയറുമ്പോൾ ഇത്തിരി സീനാണ്. അല്ലടോ നല്ല സ്പേസ് ഉണ്ട്, വണ്ടി പോകുന്ന സ്പേസ് ഉണ്ട് കണ്ടോ. പിന്നെ അതെ അതാണ് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നമുക്ക് രാത്രി കയറ്റി ഇടാൻ വേണമെങ്കിൽ, അല്ല അവന്മാരെ കൊണ്ട് കയറ്റിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകണം നമ്മുടെ ഹോട്ടലിൽ നിന്ന്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ലാവിഷ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹോട്ടൽ ദാസ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഡെസ്റ്റിനേഷൻ നമ്മൾ അറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചെക്കിംഗ് പ്രോസസ് ഒക്കെ എവിടെയാ റൂം ഉത്തരേ ചെയ്യണമെന്ന് ചോദിച്ചത്. അതിന്റെ രജിസ്ട്രേഷൻ അല്ല, അറിയാലോ നോർമൽ ചെക്കിംഗ് പ്രോസസ് ഉണ്ടല്ലോ. गाड़ी आएगा XUV आएगा, लेकिन छोटा है रास्ता. XUV ना आएगा. इधर कोई है ड्राइवर्स नहीं, ड्राइवर्स इधर है अभी. ड्राइवर नहीं, ड्राइविंग माल. आप इंग्लिश हिंदी ओनली हिंदी है. ओके. एक दारू क्या चाहिए? चला दारू रुपये चला. അപ്പൊ എവിടെ ചെന്നാൽ ഇതാണ് പ്രശ്നം. നമ്മുടെ ചാനൽ का नाम है मध्यपानी द ट्रक गार्ड. ओनली मलयालम. हाँ मलयालम, लेकिन हमारा लास्ट ब्लॉग गोवा में है. ये है हमारा चैनल, सब्सक्राइब किया. ओके. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് എപ്പോഴത്തെ പോലെ പോകാം. സ്റ്റേ വിത്ത് മീ ഗൈസ്. താങ്കൾ വരുന്നുണ്ടോ? ഓക്കെ ഗൈസ്. അതെ, വലിയ പ്രശ്ന പണിയൊന്നും അല്ല നമുക്ക് കിട്ടിയത്. വണ്ടി ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ഇവിടെ ഗോപ്രം എടുക്കാം. ഇല്ല, ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടോ? വാദിക്കുന്നുണ്ട്, റിസപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഗായ്സ്, ഇത് മധ്യപാനിയുടെ റൂമാണ്. കണ്ടോ, പ്രൈവറ്റ് ബാർ കൗണ്ടർ വരെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ റൂം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ഡ്രങ്കൻജിയുടെ റൂമും കൊണ്ട് കണ്ടിട്ട് വരാം. സൂപ്പറാണ്. ഡ്രങ്കൻജി എപ്പോഴും
സൂപ്പർ വല പണിയാണ് കേട്ടോ. इधर भी है ऐसी है, नहीं वर्क करेगा, वर्क नहीं, ओके. लेकिन सेम रूम है ना नीचे वाले, एसी के मिसिंग, ओके ഓക്കെ, താങ്ക് യു. രംഗൻജി, താങ്കളുടെ റൂം ദാ ഈ കാണുന്നതാണ്. എങ്ങനെയുണ്ട്? ഒരു 10 പേർക്ക് കയറി നടക്കാം അല്ലേ? ഓക്കെ, പ്രൈവറ്റ് ബാർ ആക്കാൻ പറ്റിയ സ്ഥലങ്ങള് അല്ലേ? വിൽപ്പനടിക്ക് പറ്റിയത്. ഇത് നമ്മൾ പൊളിക്കണം. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ബാത്റൂമാണ്, വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ കൊള്ളാം, വളരെ ലാഭമാണോ? ഈ മുറിക്ക് എത്ര രൂപ വാടക? 850 പ്ലസ് ടാക്സ്. എന്നാൽ അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. ഈ എ സി ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് പ്രവർത്തനരഹിതമാണെന്നാണ് അവർ പറഞ്ഞത്. എ സി വേറെ കൂരിട്ടേക്ക് ഇവിടെ തുറന്നിട്ടേക്കോ തന്നെ കൊതിടിച്ച് കൊള്ളൂലോടോ. നല്ല സ്പേഷ്യസ് ആണ്. ഇത് ഉമ്മറ പാർക്ക് ചെയ്യണോടോ? അല്ലെന്ന് തോന്നല്ലേ? വേറെ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ അത്? പക്ഷെ എന്നാലും കൊള്ളാം, ഏരിയ കൊള്ളാം അല്ലേ? ആയിരിക്കാം. ഇന്നലെ അടച്ചിട്ടേക്ക് വാ, പുതുവടി കൊണ്ടു ചാവണ്ട. അപ്പൊ ഡ്രങ്കൻജി, ഞാനപ്പോൾ എന്റെ റൂമിലോട്ട് ഞാനും പോയി ഒരു സെറ്റ് റിലാക്സ് ചെയ്യട്ടെ. എന്നിട്ടൊരു 10 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമുക്ക് തെറിക്കണം. ഓക്കെ, നേരെ കൺസ്യൂമർ ഫെഡ്. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവരും ശാന്തരാകുവിൻ. മദ്യപാനി ആൻഡ് ഡ്രങ്കൻജിയും മധ്യ ലോകത്ത് ഞങ്ങൾ എവിടെ കാലെടുത്ത് വെക്കുന്നു അവിടെ എല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം മധ്യലോകമാണ് അല്ലേ മിസ്റ്റർ ഡ്രാഗൻജി? അപ്പോൾ കൊച്ചിയിൽ വീണ്ടും ഒരു മധ്യലോകം, ഒരു മധ്യ അംഗം കുറിക്കാനായിട്ട് മദ്യപാനിയും ഡ്രാഗൻജിയും എത്തിക്കഴിഞ്ഞു. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ വളരെയധികം ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ കൂടാണ് കൊച്ചി ബ്ലോഗ് വീണ്ടും വരിക എന്ന് പറഞ്ഞത്. സോ ആർ യു റെഡി മിസ്റ്റർ ഡ്രങ്കൻജി? യാ, നമ്മൾ എപ്പോഴേ റെഡി ആണ്. ഡ്രങ്കൻജി ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഡ്രങ്കൻ റെഡി എന്നാ പറയുന്നത്. ചിരി കാണുമ്പോഴേ അറിയാം ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. എത്ര റുപ്യ പൊട്ടിക്കാനാണ് എന്റെ പ്ലാൻ? സത്യസന്ധമായിട്ട് പറയണം. അല്ല, ഇന്ന് നമ്മളൊരു സാധനം എടുക്കുന്നതല്ലോ. അതെ അതെ, പക്ഷെ അടിക്കുന്നത് നമ്മളാണല്ലോ. അത് എത്ര പെഗ് അടിക്കുന്നത്? അതെ ഗൈസ്, അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, റിലാക്സ് ചെയ്യട്ടെ. ഞാൻ എന്റെ റൂമിലോട്ട് പോവാണ്. റൂം ടൂർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സ്റ്റേ വിത്ത് മീ ആൻഡ് എൻജോയ് ദ വീഡിയോ ഗൈസ്. ഓക്കെ ഗൈസ്, പ്രൈവസി മാറ്റേഴ്സ് ആക്ച്വലി. അപ്പുറത്തെല്ലാം നല്ല ഫുള്ള് ഗസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും ബാഗ് ഒക്കെ ഒന്ന് എടുത്ത് കബോർഡിലേക്ക് നമുക്കൊന്ന് ഡിസ്പോസ് ചെയ്യണ്ടേ? വാട്ട് യു സേ? ലാവിഷ് കബോർഡ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ നല്ലൊരു തരക്കേടില്ലാത്തൊരു കബോർഡാണ്. ഞാനിന്ന് ഒരൊറ്റ ട്രാവൽ ബാഗേ കൊണ്ടുവന്നു. ആക്ച്വലി എന്ത് കാര്യത്തിന് വെറുതെ ലാപ്പും കാര്യങ്ങളൊക്കെ വെട്ടി വിളിച്ചിട്ട് വരുന്നത്. ഗോവയിൽ പോയപ്പോൾ ശരിക്കും അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞത്. കാരണം വെയിറ്റ് താങ്ങാൻ പറ്റാതെ മുടിഞ്ഞ് മനുഷ്യൻ സത്യമായിട്ടും. അത് കാരണം ആ ഒരു തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കത്തില്ലെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ്. അപ്പൊ എന്നിരുന്നാലും ബാക്കി ഇനി നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ലിക്കർ മേടിക്കാൻ നമുക്ക് അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ വിത്ത് മീ ആൻഡ് എൻജോയ് ദ വീഡിയോ. ഞാൻ പോയ പോലെ തിരിച്ചു വന്നെന്ന് വെച്ചാൽ റൂം ടൂറിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, കാണിച്ചു തരാമെന്ന്. അപ്പോൾ ദിസ് ഈസ് അവർ റൂം. ആക്ച്വലി അത്യാവശ്യം നല്ല വലിപ്പമൊന്നല്ല പറയേണ്ടത്, നല്ല വലിപ്പമുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡബിൾ ബെഡ്. ഒരു 3-4 പേർക്കൊക്കെ അത്യാവശ്യമായിട്ട് കിടക്കാൻ പറ്റുന്ന റൂമാണ്. നല്ലൊരു ഭംഗിയുണ്ട്, കാര്യങ്ങളെല്ലാം കൊള്ളാം. ഇനി ഡ്രങ്കന്റെ പോലെ തന്നെ ഡോറ് ജനൽ തുറന്നിട്ടേക്കുമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്ല, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ കൊതുക് കടിച്ച് കൊച്ചി കൊതുകുകൾ കൊടിച്ച് കൊന്നു കളഞ്ഞേനെ. മദ്യപാനിയുടെ മദ്യം മൊത്തം ഊറ്റിയെടുത്തേനെ രക്തത്തിലെന്നുള്ള. അപ്പൊ ഡീസന്റ് ആയിട്ട് പോകാം അല്ലേ? വാട്ട് യു സേ ഗൈസ്? ആർ യു റെഡി ഫോർ മോർ? നമ്മുടെ കൺസ്യൂമർ ഫെഡിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഡ്രങ്കൻ ചെയ്ത എത്തിക്കഴിഞ്ഞു. ഓക്കെ, പഠിക്കാം. ഓക്കെ, ഇനി മദ്യഷാപ്പ് തപ്പിയുള്ള യാത്രയാണ്. ഇത് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഘടകം. അല്ല, ഒന്നല്ല, അത് മേടിച്ചതിന് ശേഷം വേണം നമുക്ക് അതെടുത്ത് പൊളിക്കാൻ അല്ലേ? എന്റെ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഈ വണ്ടി ഇടാൻ ഇവിടെ ലാവിഷ് സ്ഥലം ഉണ്ട് അല്ലേ മിസ്റ്റർ ഡ്രങ്കൻജി? പക്ഷെ വണ്ടി ഇങ്ങോട്ട് കയറുന്നതാണ് ആകെ കൂടെ ഉള്ളൊരു ടാസ്ക്. അത് രാത്രി എങ്ങനെ അവന്മാരെ എങ്ങനെ ആരെയും കൊണ്ട് അകത്തോട്ട് കയറ്റിയിടാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി റോഡിലിട്ടിരിക്കുകയാണ്.
അതെനിക്ക് അത്ര ഒരു സേഫ് ആയിട്ടുള്ള തോന്നലല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടായാലും ആരെങ്കിലും കൊണ്ട് വണ്ടി എടുത്ത് അകത്തോട്ടിരിക്കാം എന്നുള്ള ധാരണയിലിരിക്കുന്നു. ഇടോ ആ മിററും കൂടെ നേരെയാക്കിയാണേ. ഇങ്ങനെ ഒരിക്കൽ കൂടെ നമ്മുടെ സ്വന്തം രാജാജി റോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. രാജാജി എന്ന് പറയുമ്പോൾ എനിക്കും ചിരിയാണ്, ഇതാ ഈ മനുഷ്യനും ചിരിയാണ് അല്ലേ. കൊച്ചി വന്നിട്ടുണ്ടോ രാജാജി വിട്ടുള്ള ഒരു കളിയില്ല. മിസ്റ്റർ ഡ്രാഗൺ, കാലം എത്രയാണ് എന്നിട്ട് ഈ റോഡ് ഇതേപോലെ തന്നെയാണല്ലോ ഇവിടെ. ഇത്ര നാളുകളായിട്ട് നമ്മൾ ഇവിടെ കൂടെ തന്നെ പോകണം. എന്നിട്ട് എന്താ ഈ കാണുന്ന ബാറിൽ നമ്മൾ ഇതുവരെ കയറാൻ അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് നാളെ രാവിലെ ഇവിടെ കയറിയാലോ. നോക്കാം, ഹോട്ടൽ ലൂസിയ ഈ മധ്യ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് മൊത്തം കുളമായിട്ടിരിക്കണല്ലോ. ഇവിടെ മറ്റേ ഇടക്ക് വെള്ളപ്പൊക്കമൊക്കെ അല്ലേ, ഇങ്ങോട്ട് വെള്ളം കയറുമോ? ഗുഡ്നസ്, എന്ത് പറഞ്ഞോ അത്. കഴിഞ്ഞ തവണ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, ഇത് വണ്ടി കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് എഡ്ജിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വെയിറ്റ് ഉള്ള വാഹനങ്ങളൊക്കെ വന്നു. നമ്മൾ അധികം സ്പീഡിലല്ലേ ഭാഗ്യമല്ലേ, അത് ചിലപ്പോ വീലൂരി പോയതിനടും. ഞങ്ങൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് വന്നപ്പോ പോലും ആ ഒരു സാധനം ഒന്നും അവിടെ ഇല്ലായിരുന്നു ആക്ച്വലി. ഇപ്പൊ പെട്ടെന്ന് കൊണ്ട് പാലത്തിന്റെ മുകളിൽ പോലീസുകാരാണോ മുനിസിപ്പാലിറ്റി ആണോ PWD ആണോ കൊണ്ട് ഇത്രയും വലിയൊരു ബമ്പ് വെച്ചത് ദൈവത്തിന് മാത്രം അറിയാം. ചിലപ്പോ പ്രകൃതി തന്നെ ഉണ്ടാക്കിയ സാധനമായിരിക്കും. അപ്പൊ കരുതി പോണമെന്നാണ് അർത്ഥം. ഒന്നും പഴയതുപോലല്ല. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന പോലാണ്. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ തിരക്ക് കുറവാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങോട്ടിടാം. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലേമോണ്ട് എടുത്താലോ നമുക്കൊന്ന്. കൊണ്ടുപോകാ കുറെ കാലമില്ലേ ലേമോണ്ട് എടുത്തിട്ട്. ലേമോണ്ടിന്റെ ചെറുത് പോലെ ഇരിപ്പുണ്ടോ? എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ. ലേമോണ്ട് ചെറുത്. ചേട്ടാ ലേമോണ്ടിന്റെ ചെറുതുണ്ടോ? കാണൂല. എല്ലാം ഫുള്ള. ആ ഇരിപ്പണ്ടല്ലോ അല്ലേ. ക്ലോസ് ചെയ്യാൻ പോണ്ട്. വേഗം എടുത്തു. ലേമോണ്ട് എടുത്തോളൂ. കുറെ നാളായില്ലേ ലേമോണ്ട് എടുത്തിട്ട്. വേറെ വല്ല ഇരിപ്പുണ്ടോ നമ്മൾ അടിക്കാത്തതായിരുന്നല്ലോ. വിൽ ഗോ ഫോർ ലേമോൺ വൈറ്റ് ബ്രാൻഡി. നമ്മൾ ട്രൈ ചെയ്ത ബ്രാൻഡാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ട്രൈ ചെയ്യുകയാണ്. വി ഹാപ്പി ഫോർ ദാറ്റ്. ലേമോണ്ടും ഞങ്ങളും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട് അല്ലേ മിസ്റ്റർ ഡ്രാഗൺ? പിന്നെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പിടിച്ചോ? അതെ, നമ്മുടെ സ്ഥിരം കടയിൽ രാജാജിയിലുള്ള നമ്മുടെ സ്ഥിരം ഷോപ്പിലോട്ടാണ്. നെക്സ്റ്റ് അവർ പിറ്റ് സ്റ്റോപ്പ് വിൽ ബി ടച്ചിങ്സ് കട. നമ്മുടെ നമ്മുടെ സ്വന്തം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടച്ചിങ്സ് കടയിൽ നമ്മൾ പറയും അല്ലോ. നമുക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമുള്ളൂ, വേറെ നമ്മൾ പറയത്തില്ല. നമ്മുടെ ടച്ചിങ്സ് കട, അതാ നേരെ കാണുന്ന ടച്ചിങ്സ് കടയാണ് നമ്മുടെ ടച്ചിങ്സ് കടയിൽ നമ്മൾ അവകാശപ്പെടുന്ന സെയിം സാധനം.